ഇവിടെ അപ്പം കഴിഞ്ഞ 2 weeks ബേസിക്കലി 2 weeks ആയിട്ട് ഞാൻ കുറേ നമ്മുടെ കമ്പനിയിൽ കുറേ കസ്റ്റമേഴ്സുമായിട്ട് സംസാരിച്ചപ്പം സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഡെവലപ്പേഴ്സ് നമ്മൾ ഓർക്കുന്നത് എന്താ ലൈക്ക് ചില കാര്യങ്ങൾ ഭയങ്കര സിമ്പിളാണ്, ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആരും വരത്തില്ല, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് മേടിക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്. പക്ഷെ ഇന്നലെ ഒരു ബിസിനസ് പേഴ്സണോട് സംസാരിച്ചപ്പോൾ ഹി വാസ് ട്രൈങ് ടു ടെൽ എ വെരി സ്മോൾ, എനിക്കത് ഭയങ്കര ഒരു പുച്ഛമായിരുന്നു. ബിക്കോസ് എന്ന് വെച്ചാൽ ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് എനിക്ക് അത്ര വലിയതായിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നില്ല. ബട്ട് വെൻ ഹി സ്റ്റാർട്ടഡ് എക്സ്പ്ലെയിനിങ് അബൌട്ട് ദ മാർക്കറ്റ്, പിന്നെ എനിക്ക് കത്തി ദിസ് ഇസ് സംതിങ് ഹ്യൂജ്, നോട്ട് ഇൻ വർത്ത് ലൈക്ക് ടെക്നിക്കലി അത് വലിയ ചാലഞ്ചിങ് അല്ല, പക്ഷെ സംതിങ് വെരി എക്സൈറ്റിംഗ് ടു സോൾവ്. ഓക്കെ, അപ്പം ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മാറ്റ് പ്ലസ് പ്ലസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാം റിലേറ്റഡ് ടു പ്രോഡക്റ്റ്, ഹൗ ടു ഹാക്ക് എ പ്രോഡക്റ്റ്, ഹൗ ടു ബിൽഡ് എ പ്രോഡക്റ്റ്. അപ്പം ഇന്ന് എൻ്റെ കൂടെ ആക്ച്വലി ഉള്ളത് അരുണും KP ആണ്. നിങ്ങളെല്ലാം ഞങ്ങളുടെ പ്രീവിയസ് എപ്പിസോഡ്സ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ ബേസിക്കലി ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു, ബേസിക്കലി ആ പുള്ളിക്കാരൻ ഗൂഗിൾ വർക്ക് സ്പേസ് സെല് ചെയ്യുന്നത്. അപ്പം ഗൂഗിൾ വർക്ക് സ്പേസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഗൂഗിൾ വർക്ക് സ്പേസ് സെല് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കണ്ട് ഞാൻ ഞെട്ടി. ബിക്കോസ് ഹൗ ഇസ് ദാറ്റ് എ ബിസിനസ് എന്നുള്ളത്, ഹീസ് ജസ്റ്റ് ബേസിക്കലി സെല്ലിങ് നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ വർക്ക് സ്പേസ് ആൻഡ് ഹീസ് ഇൻ എ ഗുഡ്, ഇറ്റ്സ് എ ഗുഡ് ബിസിനസ്. ഓക്കെ, ആ ബിസിനസ്സിൽ പുള്ളി കണ്ടെത്തിയ ഒരു പ്രോബ്ലമാണ്, പുള്ളിയുടെ കുറച്ച് കസ്റ്റമേഴ്സ് വന്ന് പുള്ളിയോട് പറഞ്ഞു ലൈക്ക് ഇങ്ങനെ മെയിൽ നമ്മൾ അയക്കുമ്പോൾ നമ്മുടെ മെയിലിൻ്റെ താഴെ ഒരു കൈൻഡ് ഓഫ് സിഗ്നേച്ചർ ഇടും. എനിക്കറിയത്തില്ല, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? അപ്പം സോ സിഗ്നേച്ചർ ഇടും. ഞാനത് വളരെ റെയർ, നമ്മളെന്തോ സാധാരണ ചെയ്യുന്നത് ബെസ്റ്റ് റിഗാർഡ്സ്, താങ്ക്സ് കഴിഞ്ഞു, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പുള്ളി പറഞ്ഞു ക്യാൻ യു സോൾവ് ദാറ്റ് പ്രോബ്ലം? ഞാൻ ഫസ്റ്റ് അത് തന്നെ ഞാൻ ചോദിച്ചു, ബേസിക്കലി എന്താ പ്രോബ്ലം എനിക്ക് മനസ്സിലായില്ല. അപ്പൊ പുള്ളി പറഞ്ഞു ഈ താഴെ ഇടുന്ന ആ ഒരു പോർഷൻ ലൈക്ക് ആഫ്റ്റർ യുവർ എൻറ്റയർ മെയിൽ, ആഫ്റ്റർ താങ്ക്സ് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കമ്പനി ഹൂ ഇസ് ദിസ് പേഴ്സൺ ഹു സെൻഡ്, ദാറ്റ് മീൻസ് ലൈക്ക് എ സിഗ്നേച്ചർ കൈൻഡ് ഓഫ് തിങ്, അത് അവർക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലായി? അത് നമ്മൾ ഡെവലപ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ പല പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അത് സോൾവ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഒരു ബിസിനസ്, ഒരു യൂസർ പോയിന്റ് ഓഫ് വ്യൂവില് അവർക്കതൊരു ഇഷ്യൂ ആയിരിക്കും, നമുക്ക് നമ്മൾ തന്നെ സോൾവ് ചെയ്യാൻ നോക്കും. നമുക്കത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ്, നമ്മൾ തന്നെ അത് സോൾവ് ചെയ്യും. ലൈക്ക് എനിക്കും അത് തന്നെയാണ് ആദ്യമേ തോന്നി. പക്ഷെ ഞാൻ ഓർത്തില്ല ലൈക്ക് ആൾക്കാർ നമ്മൾ ഓർക്കും ലൈക്ക് ഒരു ചെറിയൊരു ഇമെയിലിന്റെ താഴെ ഒരു സിഗ്നേച്ചർ ഇടുന്നതിന് പീപ്പിൾ ഇസ് കൺസേൺഡ് അബൌട്ട് ദാറ്റ്. അങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ ഇത്ര ഫോർമൽ ആയിട്ട് ആൾക്കാർ മെയിൽ അയക്കും, ലൈക്ക് അവരുടെ സിഗ്നേച്ചേഴ്സ് എല്ലാം ലൈക്ക് ഒരു കോൺസ്റ്റന്റ് സാധനമാണല്ലോ. ലൈക്ക് പേര്, മേ ബി കോൺടാക്ട് ഡീറ്റെയിൽസ്, പിന്നെ ഇത് അവരുടെ അഫിലിയേഷൻ, അതെല്ലാം വെച്ചിട്ടാണ് അവർ സാധാരണ. നമ്മൾ ലൈക്ക് നോർമൽ അയക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് വാം റിഗാർഡ്സ്. ഞാനിപ്പോ മെയിൽ അയക്കുന്നത് അതുപോലും ഇല്ല, ദിസ് ഇസ് വാട്ട് ഐ വാണ്ട്. അപ്പം ബേസിക്കലി ഈ ഒരു അപ്പൊ ഇതായിരുന്നു അപ്പം ഒരു പ്രോബ്ലം. അപ്പൊ ഞാൻ ഓർത്തു ലൈക്ക് ഇത്രയും മെയിനും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഇപ്പോഴും വേണ്ടത് ഒരു ചെറിയ ഒരു സാധനം, ആൻഡ് ദാറ്റ് ഈസ് എ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മളെല്ലാം എനിക്ക് തോന്നുന്നു ഈ നമ്മളെ കാണുന്ന ഓഡിയൻസിന് നമുക്ക് ചിലപ്പോൾ ലൈക്ക് ബേസിക്കലി ബിഗർ പ്രോബ്ലംസ് ആണ് നമ്മൾ ഓടുന്നത്. സാധാരണ നമ്മൾ ഓടുന്ന ആ ബിഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ്. അപ്പം പക്ഷെ so many people wants the problem statements are so small that we'll never even think about it. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളി ഞങ്ങളോട് പറഞ്ഞു ഈ ഇമെയിൽസ് ആൻഡ് സിഗ്നേച്ചർ ഒരു വലിയ കമ്പനിക്ക് അതിന്റെ ബ്രാൻഡിനെ കാണിക്കുന്ന ഒരു രീതിയാണ്. എന്ന് വെച്ചാൽ അവരുടെ ഐഡന്റിറ്റി, അവരുടെ ദ വേ ഇൻ വിച്ച് ദേ പോർട്രേ, പിന്നെ അവരുടെ കുറച്ച് ഡിസ്ക്ലെയിമേഴ്സ്, അപ്പം ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്.
അപ്പം ഞാൻ പറഞ്ഞു ലൈക്ക് അപ്പോൾ സാധാരണ ഇപ്പോൾ ആൾക്കാർക്ക് ഇമെയിൽ സിഗ്നേച്ചേഴ്സ് അറിയത്തില്ലെങ്കിൽ ഞാൻ പോയി ഒന്ന് റിസർച്ച് ചെയ്തു. നിങ്ങൾ ആരെങ്കിലും ഇമെയിൽ സിഗ്നേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. ലൈക്ക് അത് ജസ്റ്റ് സിമ്പിൾ ഇമെയിൽ സിഗ്നേച്ചർ, വാം റിഗാർഡ്സ് എൻ്റെ പേര്. ഓക്കെ, അതെങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്തു? നമുക്ക് ജിമെയിലിൽ സെറ്റിംഗ്സ് ഉണ്ട്, നമുക്ക് സിഗ്നേച്ചർ. ഞാൻ പിന്നെ ഔട്ട്ലുക്കിലും ഇതുപോലെ സെയിം സെറ്റിംഗ്സ് ഉണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ ഇതൊരു ഇമെയിൽ സിഗ്നേച്ചർ സെറ്റ് ചെയ്തിട്ടില്ല, അതാണ് സത്യാവസ്ഥ. സോ ഇനി ഇമെയിൽ സിഗ്നേച്ചർ സെറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് ആരെങ്കിലും ബിസിനസ് ആൾക്കാരുണ്ടെങ്കിൽ ഇതാണ് സ്റ്റെപ്സ്. ജിമെയിലിൽ പോവുക, സെറ്റിംഗ്സ് എടുക്കുക, സെറ്റിംഗ്സിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ചെറിയ മൈ സിഗ്നേച്ചർ എന്ന് പറയുന്ന സാധനമുണ്ട്, അവിടെ നമ്മൾ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക, സേവ് കഴിഞ്ഞു. ബേസിക്കലി ഇതാണ് സിഗ്നേച്ചർ. അപ്പം ഞാൻ ഓർത്തു, ഞാൻ പുള്ളിയോട് ചോദിച്ചു ലൈക്ക് ദിസ് ഇസ് ഹൗ ഇവിടെ എന്തോ ഇഷ്യൂ. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഇത് ഒരാൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഫൈൻ. നൗ ഇമാജിൻ എ സിറ്റുവേഷൻ വേർ ഇൻ വിച്ച് basically there are 50 employees in your company and all of these 50 employees should represent the brand whenever they are sending the email. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ കമ്പനി വൈഡ് മെയിൽ അയക്കും, എല്ലാവരും ഈ മെയിൽ സിഗ്നേച്ചർ സെറ്റ് ചെയ്യണോ? എനിക്കറിയായിരുന്നു നീ ഇതെങ്ങനെ പറഞ്ഞോളൂ. എക്സ്പെക്റ്റഡ് ആൻസർ ആണിത്, ആണ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അത് ഞാൻ പറയുന്നില്ല. അപ്പം പുള്ളിക്ക് അത് ഞാൻ ഒരു ടൈമിൽ തിങ്ക് ചെയ്തപ്പോൾ മേ ബി ദാറ്റ് ഇസ് എ പോസിബിൾ വേ ഓഫ് സൊല്യൂഷൻ. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇമെയിൽ അയക്കുക, ഈ സെയിം സാധനം ഞങ്ങൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു. ലൈക്ക് ഇസ് ഇറ്റ് നോട്ട് ദാറ്റ് ഈസി, ലൈക്ക് യു സെൻഡ് എൻ ഇമെയിൽ ടെല്ലിംഗ് ദാറ്റ് ദിസ് ഇസ് ദ ന്യൂ റൂൾ ഓഫ് കമ്പനി. പക്ഷേ പുള്ളി പറഞ്ഞു ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ ബിക്കോസ് നോട്ട് എവറി എംപ്ലോയി ഈസ് ഗോയിങ് ടു ലിസൺ ടു യു. എന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് നമുക്ക് ചെയ്യണമെന്നില്ല. പിന്നെ അത് മാത്രമല്ല വേറൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പറഞ്ഞു. അപ്പം ഈ നിങ്ങൾ ഈ ഓഫേഴ്സ് കണ്ടിട്ടില്ല, നമ്മൾ ക്രിസ്മസ് ഓഫേഴ്സ് അല്ലെങ്കിൽ എന്താ സെയില്, ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത്. അപ്പം ആ പുള്ളി പറഞ്ഞു ആ ഓരോ ടൈമിൽ ഈ ഇമെയിൽ സിഗ്നേച്ചറും അപ്ഡേറ്റ് ചെയ്യണം. അപ്പം പുള്ളി അപ്പം ഇങ്ങോട്ടൊരു ഈ ജി സ്യൂട്ടിനകത്തും ഇപ്പം നമ്മൾ ഏത് മെയിൽ പ്രൊവൈഡറാണ് യൂസ് ചെയ്യുന്നത്, ആ മെയിൽ പ്രൊവൈഡർ ഈ ഫീച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇല്ല, അതാണ് ഞാൻ എന്ത് ഫീച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടാണ്. നമുക്കിപ്പോൾ ജി സ്യൂട്ട് ഉണ്ട്, ഞാൻ കമ്പനിയിൽ ജി സ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ എംപ്ലോയീസിനും at probably എൻ്റെ company.com അങ്ങനെ എന്തെങ്കിലും ഒരു ഡൊമൈൻ കാണുന്നു. അപ്പം നമ്മൾ ജി സ്യൂട്ടിനകത്ത് ഇതൊരു കോൺഫിഗറേഷൻ അല്ല എന്ന് അങ്ങനെ ഇല്ല. ഞാനത് തപ്പി സർപ്രൈസിംഗ്ലി അത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ജിമെയിൽ അത് പ്രൊവൈഡ് ചെയ്തത്. എന്ന് വെച്ചാൽ ഔട്ട്ലുക്ക് നിങ്ങൾ റിലീസ് ചെയ്യണം, എല്ലാം നമ്മൾ കാണുന്നവരും ഗ്രോ ചെയ്യണമെന്നാണല്ലോ ഗൂഗിൾ. ഓക്കെ, അപ്പം സോ ബേസിക്കലി എനിക്കും അതായിരുന്നു മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ വൈ ഡിഡ് ഗൂഗിൾ റിലീസ് ദിസ് വെരി സിമ്പിൾ ഫീച്ചർ വിച്ച് ക്യാൻ ഹെൽപ്പ് കസ്റ്റമേഴ്സ്. ബിക്കോസ് മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഫീച്ചർ ഉണ്ട്. ഔട്ട്ലുക്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മൈ സിഗ്നേച്ചറിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്ത് കളറൊക്കെ മാറ്റി സെറ്റപ്പ് ആക്കി വെക്കാം. അക്രോസ് ഓർഗിനകത്ത് നമുക്ക് പറ്റും. എന്ന് വെച്ചാൽ അഡ്മിൻസ് ആണെങ്കിൽ നമുക്ക് അക്രോസ് ഓർഗും സെറ്റ് ചെയ്യാം. അപ്പം മൈക്രോസോഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം ഗൂഗിൾ അത് ചെയ്തിട്ടില്ല. അപ്പം ഐ എം സ്റ്റിൽ ഡൗട്ട്ഫുൾ ആൻഡ് ദേ ഹാവ് സ്റ്റിൽ നോട്ട് യെറ്റ് done that. Maybe I'm not sure അവർക്കൊരു താല്പര്യം ഉണ്ടായിരിക്കും ബാക്കിയുള്ളവരും വളരെ ഈ ഒരു സാധനം അപ്പം ബാക്ക് ടു ദ പോയിന്റ്. സോ ദിസ് ഇസ് ചിലപ്പോൾ അവർ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കും മാർക്കറ്റ് റിസർച്ചും കാര്യങ്ങളൊക്കെ. കാരണം ഒരാളുണ്ടാക്കി അതും വളരെ നിന്റെ കമ്പനി ഡൈയിങ് കമ്പനിയാണ്. ആര് പറഞ്ഞു? അതിലിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തേ ഡൈയിങ് കമ്പനിയാണ് ഞാൻ. ഇല്ലില്ല, എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇപ്പം കുറെ നാളായിട്ട് ഓക്കെ അതെന്താ തോന്നാത്തതെന്നുള്ള കാര്യം ഞാൻ പറയാം. സോ ഞാൻ ഇതിന്റെ കോമ്പറ്റേറ്റീവ് റിസർച്ച് നടത്തി. അപ്പം കോമ്പറ്റേറ്റീവ് റിസർച്ച് ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും. ബേസിക്കലി നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചുമ്മാ ഒരു സെർച്ച് നടത്തും. ഓക്കെ, ഒരു അനാലിസിസ് നടത്തും. ബേസിക്കലി ഇങ്ങനെ ആരെങ്കിലും ഈ ഐഡിയ എവിടെയെങ്കിലും ഏതെങ്കിലും മൂലയ്ക്ക് ചെയ്യുന്നുണ്ടോ. അപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് നോട്ട് എ വെരി ഗുഡ് തിങ് ഓൾസോ. ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ്? ദർ ഇസ് എൻ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ഉണ്ട്. അവിടെ നമുക്ക് അവിടെ ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് ഇട്ടാൽ നമുക്കൊരു ഗ്രൗണ്ട് ബേസ് കിട്ടും. എനിക്ക് തോന്നുന്നു ആമസോൺ വന്നത് ഫ്ലിപ്കാർട്ട് കാരണം. ഫ്ലിപ്കാർട്ട് ബേസിക്കലി ഒരു ഫ്ലിപ്കാർട്ട് ബേസിക്കലി ഒരു ബേസ് ഗ്രൗണ്ട് ഉണ്ടാക്കി.
എന്നിട്ട് ഇന്ത്യൻ പീപ്പിളിന് ശരിയാ. ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ഒരു നേച്ചർ കൊണ്ടുവന്നു. Yeah. ആമസോൺ വന്നു, ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് അവര് നേരെ വന്ന് ഇട്ടു, സാധനം ഇട്ടു, ബേസിക്കലി ആ ഹാബിറ്റ് കൊണ്ടുവന്നു ആമസോൺ അത് ക്യാപിറ്റലൈസ് ചെയ്തു. അപ്പൊ അവർക്ക് ആ ഇനീഷ്യൽ റിസർച്ചും ഇനീഷ്യൽ കൺസ്യൂമർ ലേണിംഗും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ലൈക്ക് അപ്പം നമ്മൾ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ് ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി ഫൗണ്ട് ഔട്ട് ദർ ഇസ് ലൈക്ക് മാർക്കറ്റ് ഇൻ ഇറ്റ്. അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പം ഇന്ത്യൻ മാർക്കറ്റ് ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് ഇസ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ്. പക്ഷെ US ഈ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ സാധനം അവരുടെ ബ്രാൻഡിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കമ്പനി ഉണ്ട്, വൈസ് സ്റ്റാമ്പ് എന്ന് പറയുന്നത്. ആൻഡ് സർപ്രൈസിംഗ്ലി അവർ ഈ ഇമെയിൽ സിഗ്നേച്ചർ ഉണ്ടാക്കി മാത്രമാണ് ജീവിക്കുന്നത്. സെറ്റ് ചെയ്യും, ബട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്സ് എ വെരി സിമ്പിൾ ടൂൾ ആൻഡ് ദേ ഹാവ് റണ്ണിങ് ദിസ് കമ്പനി ഫോർ like past 15 years, more than 15 years, and they're like really big. ക്രിയേറ്റ് ചെയ്യാൻ സമ്മതിക്കും, എന്നിട്ട് ആൾക്കാർക്ക് പോയി ഒരു 1 ക്ലിക്കിൽ സെറ്റ് ആവും. അവരുടെ സ്വന്തം അക്കൗണ്ട് ബാക്കിയുള്ള അക്കൗണ്ടിന് അക്രോസ് ഓർഗനൈസേഷൻ. ബട്ട് ദാറ്റ്സ് എ വെരി സിമ്പിൾ പ്രോബ്ലം, റൈറ്റ്? ഇതിനകത്ത് AI ഇല്ല, ഒരു ഒന്നും ഇല്ല, ഇപ്പോഴും AI ഇല്ല. ദാറ്റ്സ് എ സർപ്രൈസ്. ഇത്രയും ChatGPT ടൂൾസ് വന്നിട്ട് അവർക്ക് അവിടെ ഒരു LLM ഇന്റഗ്രേഷനോ ഒരു സാധനവും ഇല്ല. They could have made it more vice stamp product. They could have made it more better, like ചുമ്മാ ഒരു പ്രോംപ്റ്റ് എഴുതിയിട്ട് ഓട്ടോമാറ്റിക്കലി സിഗ്നേച്ചർ ഒക്കെ വരുന്ന രീതിയിലാക്കാം. പക്ഷെ അവരത് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ പോയിട്ടില്ല. വെരി സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് തിങ്. സോ ഇതാണ് കോമ്പറ്റേറ്റീവ് റിസർച്ച്. ബേസിക്കലി അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം എത്ര കമ്പനീസ് ഉണ്ട് നമ്മുടെ ഈ മാർക്കറ്റിൽ, സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് യുവർ മാർക്കറ്റ് റിയാക്ഷൻ. ഓക്കെ, അപ്പം എനിക്ക് മനസ്സിലായ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞ് ഇത് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ബേസിക്കലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം ഞാൻ പോയി നോക്കി. ഫസ്റ്റ് സ്റ്റെപ്പ് ബേസിക്കലി ഇത് നമുക്ക് കോൺഫിഡൻ്റ് ആയിരിക്കണം ഇതിൻ്റെ എന്തെങ്കിലും വർക്ക് ചെയ്യുക. അപ്പം അതിനകത്ത് സർപ്രൈസിംഗ്ലി ഗൂഗിളിൻ്റെ ഡോക്യുമെന്റേഷൻ വായിക്കേണ്ടത്. കാരണം ഞാൻ ഫസ്റ്റ് നോക്കിയെന്ന് വെച്ചാൽ ഗൂഗിളിനകത്ത് എന്തെങ്കിലും API ഉണ്ടോ. എടാ പക്ഷെ ഒരു വലിയ പ്രോബ്ലം എന്താ പറയാ, ഡോക്യുമെന്റ് അപ്ഡേറ്റഡ് അതിന് പകരം ലൈക്ക് അതിനുപരി ബേസിക്കലി ഡോക്യുമെന്റ് ഭയങ്കര ലൈക്ക് ഫോർമൽ അല്ല. എന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കണം, തെരഞ്ഞ് കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ അവർ കുറെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നല്ല വൃത്തിക്കായിട്ട്. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കുറച്ച് തപ്പി കണ്ടുപിടിച്ചിട്ട് എന്നിട്ടേ അതിന്റെ വെയിലോട്ട് വരത്തുള്ളൂ. ഗൂഗിൾ അതെനിക്ക് ഇച്ചിരി അവർക്ക് ഇച്ചിരി വൃത്തിയായിട്ട് എഴുതായിരുന്നു, ഇത്ര വലിയ കമ്പനി ആയതുകൊണ്ട്. ചിലപ്പം അത് ഭയങ്കര ഫ്രാഗ്മെന്റഡ് ആയിരിക്കും. ഒരു ഡിവിഷൻ നല്ല ഡോക്യുമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുമായിരിക്കും, ഒരു ഡിവിഷൻ മെയിൻറ്റെയിൻ ചെയ്തില്ല. മേ ബി. അപ്പം സോ ബേസിക്കലി എൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനപ്പം നമ്മളൊരു POC എന്ന് പറഞ്ഞാൽ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് എന്നാണ്. അപ്പം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പേ നിങ്ങൾ അതിൻ്റെ ഒരു ചെറിയ വേർഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ കോർ ഐഡിയ ബേസിക്കലി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. സോ ദാറ്റ് യു വിൽ ഗെറ്റ് കോൺഫിഡൻസ് ദാറ്റ് ദിസ് തിങ് ക്യാൻ ഒരു ഫീസിബിലിറ്റി ടെസ്റ്റ് പോലെ. നിങ്ങൾ എങ്ങനെയാലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ POCയുടെ? എന്തെങ്കിലും ഫണ്ണി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പൊട്ടിപ്പാളിസായ എക്സ്പീരിയൻസ്? POC ഡെവലപ്പ് ചെയ്യാൻ ഈസിയാ, നമ്മള് ഒത്തിരി ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് POC ഡെവലപ്പ് ചെയ്യാനായിട്ട്. പിന്നെ അത് ആക്ച്വലി ഒരു പ്രൊഡക്റ്റോട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്യുന്നത്. ലൈക്ക് ഒരു എക്സാമ്പിൾ ഓതന്റിക്കേഷൻ ഓതറൈസേഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ POC ബിൽഡ് ചെയ്യുമ്പോൾ. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, അല്ല POC ചെയ്ത് കഴിഞ്ഞിട്ട് നിനക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടോ? POC ചെയ്തു അപ്പൊ ഓക്കെ ആയിരുന്നു, പക്ഷെ പിന്നെ മനസ്സിലായി POC ചെയ്ത കാര്യത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തില്ലായിരുന്നു. എനിക്ക് ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു സോ ബേസിക്കലി അതായിരുന്നു. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ബേസിക്കലി POC ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡ്. എന്ന് വെച്ചാൽ ഗൂഗിളിനൊരു ഡയറക്റ്റ് API ഉണ്ട്. ആ API ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നേച്ചർ സെറ്റ് ആവും. അതെനിക്ക് മനസ്സിലായി. POC എന്ന് പറഞ്ഞാൽ യൂസർ വരുന്നു, യൂസറിന്റെ ഒരു HTML ഒരു ഡോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, APIയിലോട്ട് സെൻഡ് ചെയ്യുന്നു, സിഗ്നേച്ചർ വരുന്നു, സെറ്റ്. സോ ദിസ് വാസ് ഡൺ. പക്ഷെ പുള്ളിയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ചെയ്യണം. കാരണം എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെയും ആ API യൂസ് ചെയ്തിട്ടില്ല. അല്ല, പിന്നെ നിന്റെ കേസിൽ POC എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു 2-3 അല്ല പുള്ളി അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, സ്വന്തം So, അങ്ങനെ basically പുള്ളി Convey. റിക്വയർമെന്റ് കൺവേ ചെയ്ത് ക്ലിയർ അല്ല. ക്ലിയർ അല്ലായിരുന്നു എന്ന് വെച്ചാൽ ലൈക്ക് നമുക്ക് ആദ്യമേ കാരണം പുള്ളിക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്, അപ്പം നമുക്കും അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ബേസിക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ API കൂടെ സിഗ്നേച്ചർ സെറ്റ് ചെയ്യാം. വെരി മച്ച് പോസിബിൾ ആയിരുന്നു. അപ്പം അത് സ്ട്രീറ്റ് ഫോർവേഡ് ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. എന്നിട്ട് പുള്ളിയെ വലിയ സന്തോഷത്തോടെ അപ്പൊ പുള്ളി നിങ്ങൾ പറഞ്ഞ പോലെ ഇതല്ല ഇങ്ങനൊരു സാധനമല്ല എനിക്ക് വേണ്ട. അപ്പൊ ഇത് ഭയങ്കര ടിപ്പിക്കലാന്ന് തോന്നുന്നു. ലൈക്ക് ഇങ്ങനെ ഐഡിയ പറയും, നമ്മളൊരു ഇതുണ്ടാക്കും, ഡെമോ ചെയ്യും, അപ്പൊ അവര് പറയും എനിക്ക് ഇതല്ലായിരുന്നു അത് കൊടുക്കുമ്പോ അതല്ലായിരുന്നു മറ്റേത്. അതൊരു ഭയങ്കര പ്രോബ്ലം ആണ്. റിക്വയർമെന്റ്സ് കറക്റ്റ് കൺവേ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ടൈം ലോസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു മിക്കവാറും ഉള്ള എല്ലാവരുടെയും ബിൽഡിംഗ് പ്രോബ്ലം ടൈം കൺസംഷൻ എന്ന് പറഞ്ഞാൽ റിക്വയർമെന്റ്സ് ഒരിക്കലും നമുക്ക് ക്ലിയർ അല്ല. പിന്നെ ഇപ്പൊ ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നത് ഇതൊരു സ്റ്റാർട്ടപ്പ് അല്ലേ, സോ റിക്വയർമെന്റ്സ് ആർ വെരി ഫ്ലെക്സിബിൾ, നിങ്ങൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം. കറക്റ്റാണ് ഒരു വിധം. ബട്ട് യാ, അപ്പം അവിടെ ചെന്നപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ലൈക്ക് ഇതല്ല സാധനം. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഓക്കെ പിന്നെന്താണ്? അപ്പൊ പുള്ളി പറഞ്ഞു ഇത് എല്ലാവർക്കും സെറ്റ് ചെയ്യണം. അതായിരുന്നു അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഓക്കെ, സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് യു വിൽ ഹാവ് ടു സെറ്റ്. ഇപ്പം നിങ്ങൾ വർക്ക് സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു വർക്ക് സ്പേസിനകത്ത് പല നിങ്ങളുടെ എംപ്ലോയീസിന്റെ ലിസ്റ്റ് എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ അഡ്മിൻ ആണെങ്കിൽ ബേസിക്കലി എനിക്ക് ആ എംപ്ലോയീസിനെല്ലാം ഈ സിഗ്നേച്ചർ 1 ക്ലിക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. ദിസ് വാസ് എ പ്രോബ്ലം. ഇവിടെ പക്ഷെ എനിക്ക് ഇച്ചിരി പണിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത API ഈ യൂസ് കേസിന് യൂസ് ചെയ്യാൻ പറ്റില്ല ഡയറക്ട്ലി. അത് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് ആയിരുന്നു ആ സാധനം. അപ്പോ പ്രോബ്ലം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങും പ്രോപ്പർലി ഡോക്യുമെന്റ് ചെയ്തില്ല. ഫസ്റ്റ് പ്രോബ്ലം ഡോക്യുമെന്റേഷൻ ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു മിക്കവാറും ഉള്ള ആൾക്കാരെ ബിൽഡ് ചെയ്യാൻ നേരത്ത് ഇപ്പം കുറെയൊക്കെ ഡോക്യുമെന്റേഷൻ നല്ലതാണ്. നോർമലി ഇവർ രണ്ടുപേരും നല്ലതായിട്ട് ഡോക്യുമെന്റേഷൻ വയ്ക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഏറ്റവും താഴെ ഇരിക്കുന്ന ആൾക്കാർ. ഞാൻ വീഡിയോയിലാണ് കാണുന്നത് സാധനം. അപ്പൊ വീഡിയോയിൽ ഇത് ആദ്യമേ ഇല്ലായിരുന്നു, ആരും ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്തപ്പം കുറച്ച് എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആണ്. അപ്പം മാർക്കറ്റ് പ്ലേസ് ആപ്സ് നമുക്ക് അവൈലബിൾ അല്ലാത്തതല്ല, നമുക്ക് അറിയത്തില്ല. ബേസിക്കലി ഇറ്റ്സ് ആൻ അൺനോൺ. അപ്പം ഈ അൺനോൺ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ChatGPT ചോദിച്ചു, പക്ഷെ ChatGPTയും ഒരു വ്യക്തത തരുന്നില്ല, ഒരു ക്ലാരിറ്റി തരുന്നില്ല. മനസ്സിലായോ? ആ ക്ലോഡ് യൂസ് ചെയ്തു, ക്ലോഡും ഒരു ക്ലാരിറ്റി തരുന്നില്ല. ഇത് ശരിയാ. ലൈക്ക് ഡോക്യുമെന്റേഷൻ ആണെങ്കിലും LLM വെച്ച് ഫിഗർ ഔട്ട് ചെയ്തൊരു പാടാ. ഓ മൈ ഗോഡ്. AWSന്റെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നീ പറഞ്ഞ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ChatGPT മാത്രമേ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു AWSൽ. ബാക്കി ഒരു LLMഉം AWSൽ ഇച്ചിരി പാടാ. അപ്പം AWS ആണെങ്കിലും ഡോക്യുമെന്റേഷൻ ഇതിനിഷ്ട എനിക്കറിയില്ല, ഭയങ്കര I mean, compared to GCP, Azure, ഇതൊന്നും AWS GCP ആണ് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി. ഏറ്റവും ലെസ് യൂസർ ഫ്രണ്ട്ലി AWS ആണ്. അപ്പം അതേപോലെയാണ് ഈ ഗൂഗിളിന്റെ ഒരു ഇത് എന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ. അപ്പം ഈ ഒരു കേസിൽ അപ്പം കുറെ നോക്കി. അപ്പോൾ ഫസ്റ്റ് എൻ്റെ എങ്ങനെ ഇത് കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഈ ബെയർ ബോൺ സെറ്റിംഗ്സ് API വെച്ചോണ്ട് തന്നെ ഞാനിത് ബിൽഡ് ചെയ്യാൻ നോക്കി. അപ്പം നമുക്കൊരു എറർ അടിച്ചു. അക്കൗണ്ട് നമുക്ക് ഇംപേഴ്സണേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇംപേഴ്സണേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അരുൺ ഇപ്പം എന്റെ കമ്പനിയിലെ എംപ്ലോയി ആണെങ്കിൽ ഞാൻ അരുണിന്റെ ബിഹാഫിൽ അരുണിന്റെ സിഗ്നേച്ചർ സെറ്റ് ചെയ്യണം. സോ ഇറ്റ്സ് ലൈക്ക് സെക്യൂരിറ്റി ഇതും കൂടെ. അതുകൊണ്ടാണ് അത് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കുന്നത്. സോ നോട്ട് എവ്രി വൺ ക്യാൻ ചേഞ്ച്. കാരണം Gmail എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേഴ്സണലാണ്. അപ്പം അവിടെ കൂടെ കുറെ ഇമെയിൽസ് പോകുന്നതാണ്. അപ്പം അത് ഓപ്പൺ API ആക്കി കഴിഞ്ഞാൽ API ഭയങ്കര ഈ സിമ്പിളും അത് ഭയങ്കര ത്രെറ്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ അത് ഭയങ്കര സ്ട്രോങ് ആക്കിയത്. പിന്നെ അപ്പം എനിക്ക് മനസ്സിലായി ബേസിക്കലി നമ്മൾ സർവീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. നിങ്ങൾ ഒരു സർവീസ് അക്കൗണ്ട് എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്? ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റേ എവിടെയാ ഡ്രൈവിലോടൊക്കെ സാധനം അപ്ലോഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ സർവീസ് അക്കൗണ്ട് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഗൂഗിളിന്റെ സർവീസ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ് വാസ് ബേസിക്കലി പ്രിറ്റി സിമ്പിൾ ആയിരുന്നു. ഗൂഗിൾ ക്ലൗഡിൽ പോവുക. ഗൂഗിൾ ക്ലൗഡിൽ പോയിട്ട് നമ്മൾ നമ്മുടെ
നമ്മുടെ സൈഡ് ബാർ ഓപ്പൺ ചെയ്യുമ്പോൾ സർവീസ് അക്കൗണ്ട് സെറ്റപ്പ് ഉണ്ട്, അതിനകത്ത് ആ സെറ്റപ്പ് ഒക്കെ ചെയ്യും. അപ്പോൾ നമുക്കൊരു ഫയൽ കിട്ടും. അപ്പം ഞാൻ ഓർത്ത് എന്തോ ഈ ഫയൽ കിട്ടുമ്പോൾ സാധനം സെറ്റ് ആവും, ബിക്കോസ് അങ്ങനെയാണല്ലോ ഒരു ഡോക്യുമെന്റേഷനകത്ത് പറയും. അപ്പം ഞാനത് വെച്ചുകൊണ്ട് സർവീസ് അക്കൗണ്ട് നമ്മൾ സർവീസ് അക്കൗണ്ടിനകത്ത് ബേസിക്കലി അതിൻ്റെ ഒരു കീ ഉണ്ട്, ആ കീ വെച്ചുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കി. അത് നോക്കിയപ്പോഴും അവിടെ പിന്നെയും സെയിം എറർ, ദിസ് ഇസ് നോട്ട് പോസിബിൾ. സർ നമ്മൾ ജസ്റ്റ് സർവീസ് അക്കൗണ്ട് വെച്ചിട്ട് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഓക്കെ, സർവീസ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്പിന് ബേസിക്കലി ജി ക്ലൗഡുമായിട്ട് ഒത്തന്റിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം. അപ്പം ബേസിക്കലി എന്തുവാ ജി ക്ലൗഡിന് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഈ സർവീസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റർ ക്രിയേറ്റ് ചെയ്തതാണ്, അതിന് ഇന്ന പെർമിഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ ഒരു ആപ്പിന് ആ സർവീസ് അക്കൗണ്ട് യൂസ് ചെയ്യാം, അതിൻ്റെ ആ അണ്ടർലൈൻ പെർമിഷൻസ് വെച്ചിട്ട് അതിന് എന്തോ ആക്സസ് വെച്ചാൽ ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ബേസിക്കലി ചെയ്തത്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്തോ കാരണം അവർ അങ്ങനെ പറഞ്ഞു സർവീസ് അക്കൗണ്ട് വെച്ച്. അപ്പൊ ഇപ്പൊ സർവീസ് അക്കൗണ്ടിന്റെ പവർ, സർവീസ് അക്കൗണ്ടിന്റെ സർവീസ് അക്കൗണ്ട് നമ്മളെ അഡ്മിൻ അക്കൗണ്ട് റിലേറ്റഡ് അല്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ അഡ്മിൻ പ്രിവിലേജസ് ഉണ്ട്, എനേബിൾ ചെയ്യുന്നത്. അപ്പം ആ പവർ ഉണ്ട്. അല്ലല്ല, സർവീസ് അക്കൗണ്ട് നമുക്കൊരു സബ്സെറ്റ് ഓഫ് റോൾസ് കൊടുക്കാം. അപ്പൊ അത് ആ റോൾ ഞാൻ അഡ്മിൻ റോൾസ് ആണ് കൊടുത്തേക്കുന്നത്. admin roles for this workspace. Yes, admin roles of that work. എന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങൾ ഓർക്കണം സർവീസ് അക്കൗണ്ട് അപ്പം ഭയങ്കര സെൻസിറ്റീവ് ആയി. ആ കീ ഇപ്പം പബ്ലിക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിവൺ ക്യാൻ ഡു എനിത്തിങ് ഇൻ യുവർ ഗൂഗിൾ വർക്ക് സ്പേസ്. അപ്പോൾ അത് അത്രയും എക്സ്ട്രീംലി സെക്യൂർ ആയിരിക്കണം. സോ അതുകൊണ്ട് ആ റോഡ് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ബേസിക്കലി അപ്പം ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻ എന്തുവാ, ഇപ്പം അഡ്മിൻ്റെ പ്രിവിലേജസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ ഈ പ്രാവശ്യവും അവർ പറഞ്ഞു യു ആർ നോട്ട് അലൗഡ് ടു സെറ്റ് അനദർ അക്കൗണ്ട്. അവര് തന്നെയാണ്, ക്ലൗഡാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ മറ്റേ കീ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആവും, കുഴപ്പമൊന്നുമില്ലെന്ന്. പിന്നെ അത് തന്നെ പറയുന്നു ക്ലൗഡിനോട് ചോദിക്കുമ്പോൾ ക്ലൗഡ് പറയുന്ന ഒരു പെർമിഷൻ മിസ്സിംഗ് ആണ്. പക്ഷെ ഏത് പെർമിഷനാന്ന് പറയുന്നത് അത് പറയുന്നു. അപ്പം ഞാൻ ഓർത്തു ഓക്കെ ഇനി ഏത് പെർമിഷൻ ആയിരിക്കും എന്ന് ഞാൻ കുറേ സെർച്ച് ചെയ്ത പെർമിഷൻസ് എല്ലാം അഡ്മിൻ ആക്സസ്, അഡ്മിൻ റോൾ, ഇതൊക്കെയാണ് സെർച്ച് ചെയ്തത്. ആൻഡ് ദിസ് ഇസ് വാട്ട് ഇസ് ലിസ്റ്റഡ് ഇൻ ഗൂഗിൾ ഡോക്യുമെന്റേഷൻ ആസ് വെൽ. ഇതെല്ലാം ഞാൻ ഇട്ടു, എല്ലാ റോൾസും കൊടുത്തിട്ടുമുണ്ട്, പക്ഷെ സെറ്റ് ആവില്ല. നിങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലും ഒരു പ്രോബ്ലത്തിൽ വന്നിട്ടുണ്ടോ? നമ്മളെല്ലാം ട്രൈ ചെയ്തു, പക്ഷെ മുമ്പിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവർക്ക് പറ്റത്തില്ല, ഇവർക്ക് അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. ഇവർ ഭയങ്കര മെയിൻ ആയതുകൊണ്ട് ചാൻസ് കുറെ പേര് എന്നെ റിലേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയല്ല, സാധാരണ ഇവർക്ക് ഭയങ്കര സ്മൂത്ത് ഫ്ലോ ചെയ്യണം, ഇവര് ഭയങ്കര വായിച്ചിട്ട് അങ്ങനെ ചെയ്തു പോകുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിലൊരു ഡീലർഷിപ്പ് ഉണ്ട് ബേസിക്കലി. അപ്പം പക്ഷെ എനിക്കിങ്ങനെ ഒരു ബ്ലോക്കർ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു പെട്ടെന്ന്, ബിക്കോസ് അയാൾ പറഞ്ഞ ടൈം ഞാൻ കോൺഫിഡന്റ്ലി ഒരു ടൈം സെറ്റ് ചെയ്തായിരുന്നു. കാരണം ഞാൻ ഓർത്ത് ക്ലോഡൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എന്താ ചുമ്മാ ChatGPT വായിക്കാം, സെറ്റ് ചെയ്ത് പോവാം. പക്ഷെ പണിപാളി. അയാൾ എന്നിട്ട് അടുത്ത ദിവസം വിളിക്കും, മോനെ സാധനം റെഡിയാവും. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഓർക്കും ഭയങ്കര സിമ്പിൾ ആയിരിക്കും, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ സിമ്പിൾ ആണെന്ന്, എന്നിട്ട് നമ്മളൊരു കമ്മിറ്റ് അത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനമാണ് ഈ എസ്റ്റിമേഷൻ എന്ന് പറയുന്ന സാധനം. കറക്റ്റ്. അപ്പം ഞാനാണെങ്കിൽ ചില കമ്പനിയിൽ ചില കോൺഫിഡൻസ് വരാൻ നേരത്ത് പിന്നെ എനിക്ക് മനസ്സിലായത് ഓവർ കോൺഫിഡൻസ് വരാൻ നേരത്ത് ഞാൻ പറയും this I can finish it within next 2 days. അങ്ങനെ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ എന്താ പറയുക, ലോങ് ടൈം ഫ്രെയിം പറയും, ഏർലി ഡെലിവറി പറ്റുവാണെങ്കിൽ അപ്പം സോ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പം ഇത് ഞാൻ സ്റ്റക്കായി. അപ്പൊ ഞാൻ ആ പുള്ളിക്കാരനോട് പറഞ്ഞു, ബ്രോ നിങ്ങളുടെ സമയമൊക്കെ എടുക്കും, ഇച്ചിരി സ്റ്റക്കായി പോയി. അപ്പൊ ഇത് നിങ്ങൾ കമ്പനി വന്നിട്ടുണ്ടോ? പ്രൊഡക്ട് മാനേജർ ഇങ്ങനെ നമ്മളോട് പറയും എന്തേ സാധനം അപ്പൊ നിങ്ങൾ എങ്ങനെ നിങ്ങളെങ്ങനെ പറയാലോ എന്തുകൊണ്ട് ഡിലേ? ഇതിപ്പോ ബേസിക്കലി പ്രൊഡക്ട് മാനേജർ അല്ല, ക്ലയന്റ്. അപ്പം സോ ഇയാളോട് പറഞ്ഞു നെക്സ്റ്റ് വീക്ക് തരാം.
അൺഫോർച്ചുനേറ്റ്ലി ആ വീക്കും പറ്റിയില്ല. ബേസിക്കലി ഈ ബഗ് ഇങ്ങനെ സ്റ്റക്ക് ഞാൻ ഗൂഗിൾ മൊത്തം അയച്ചു തുടക്കി, ഒന്നും പറ്റുന്നില്ല. പിന്നെ ഞാൻ ഒരു വേറൊരാളുടെ ബ്ലോഗോ ഐ ആക്ച്വലി വെന്റ് ടു സ്റ്റാക്ക് ഓവർഫ്ലോ, ബാക്ക് ടു സ്റ്റാക്ക് ഓവർഫ്ലോ. മനസ്സിലായോ? എന്നുവെച്ചാൽ ഇപ്പോഴും എല്ലാം ഉള്ള കാലത്ത് ഞാൻ പിന്നെയും സ്റ്റാക്ക് ഓവർഫ്ലോയിൽ പോയി. സ്റ്റാക്ക് ഓവർഫ്ലോയിൽ പോയപ്പോൾ ബേസിക്കലി ഏതോ ഒരുത്തും പറഞ്ഞു ഇങ്ങനെ സ്റ്റക്കായി. And he randomly said like there is some role called service usage consumer. Okay. കേട്ടിട്ടുണ്ടോ? ആക്ച്വലി നമുക്ക് ഇങ്ങനെ AWS ൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. നമുക്ക് റോള് ഇപ്പം നമുക്ക് ഒരു അക്കൗണ്ട് ഒരു IAM റോൾ ഉണ്ട്. ആ റോളിന് വേറൊരു റോളിനെ ഇംപേഴ്സണേറ്റ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കുന്ന ഒരു സാധനം. മേ ബി അത് എനിക്ക് അറിയത്തില്ല, അത് സിമിലർ ആയിരിക്കാം. ഐഡിയ സെയിം ആയിരിക്കും. ബേസിക്കലി അപ്പം ഇവിടെ ഈ സർവീസ് യൂസേജ് കൺസ്യൂമർ എന്ന് പറഞ്ഞ ആ പെർമിഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി നീ പറയുകയാണ് ഇവർക്കെല്ലാം ഈ സർവീസ് അക്കൗണ്ട് ഈ ബാക്കിയുള്ള ഇമെയിൽ ആൾക്കാർക്കും ഈ സർവീസ് അക്കൗണ്ടിന്റെ കൺസ്യൂം ചെയ്യാം. അവർ സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ അവർക്കത് കൺസ്യൂം ചെയ്യാന്നുള്ള ഒരു പെർമിഷനാണ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് ഇട്ടിട്ട് ഞാൻ വർക്ക് ചെയ്യുമെന്നുള്ള എക്സ്പെക്ടേഷനിൽ പോയി, പക്ഷെ വർക്ക് ചെയ്തില്ല. അതാണ് വർക്ക് ചെയ്തില്ല. പിന്നെന്ത് ചെയ്തു? ഞാൻ ഇത് എന്നോട് ചോദിച്ചു പിന്നെന്താ ചെയ്യാ. പിന്നെ ഞാനാണെങ്കിൽ ഇപ്പം ഞാൻ എല്ലാ വഴികളും നോക്കി. അപ്പം നമുക്ക് സാധാരണ ഈ കമ്പ്യൂട്ടർ ഒരിക്കലും ഓൺ ആകാതിരിക്കുമ്പം നമ്മൾ പിന്നെയും എന്തെങ്കിലും സ്റ്റക്ക് ആകുമ്പോൾ റീസ്റ്റാർട്ടും ചെയ്തില്ല. ആ സെയിം സ്ട്രാറ്റജി ഞാൻ ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് വന്നിട്ട് റീസ്റ്റാർട്ടിന് പകരം അല്ലല്ല. സോ ഈ സർവീസ് യൂസേജ് കൺസ്യൂമർ നമ്മൾ റോള് കൊടുക്കുമല്ലോ, റോള് കൊടുക്കുമ്പോൾ അതിന്റെ മണ്ടയ്ക്ക് നമുക്കൊരു സാധനം സെറ്റ് ചെയ്യാം. ആർക്കാണ് ഈ റോള് കൊടുക്കേണ്ടത്? മനസ്സിലായി? ആർക്കാണ് ഈ റോള്? അപ്പൊ ഒന്നെന്ന് വെച്ചാൽ നമുക്ക് സർവീസ് അക്കൗണ്ടിന് റോള് കൊടുക്കാം. അപ്പൊ എനിക്ക് തോന്നി സർവീസ് അക്കൗണ്ടിന് എല്ലാ റോളും ഇപ്പൊ ഞാൻ കൊടുത്തു. ആവശ്യത്തിനും അനാവശ്യത്തിനും കുറെ റോൾസ് ഉണ്ട്. അപ്പൊ എനിക്ക് ലോജിക്കലി അത് സെൻസ് ചെയ്തില്ല. പിന്നെ ഒരു ഓപ്ഷൻ പറഞ്ഞു യു ക്യാൻ ഗിവ് ഇറ്റ് ടു ഓൾ ഇമെയിൽസ്. അപ്പൊ ഞാൻ ഓർത്ത് ഈ ഇപ്പം 32 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഞാൻ 32 എംപ്ലോയീസിന്റെ പേര് എഴുതണം. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ, റൈറ്റ്? അപ്പം ഞാനാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡൊമെയിൻ മാത്രം കൊടുത്തു. എന്ന് വെച്ചാൽ അത് കൊടുത്തു. അപ്പം ബേസിക്കലി ആർക്ക് ഈ ഡൊമെയിൻ യൂസ് ചെയ്യുന്നുണ്ടോ സ്റ്റാർ അറ്റ് ഈ ഡൊമെയിൻ. അപ്പം ടെക്നിക്കലി ആരൊക്കെ ഈ ഡൊമെയിൻ യൂസ് ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം ഇത് കൺസ്യൂം ചെയ്യാം. മൈ സർപ്രൈസ് ഇറ്റ് വർക്ക്ഡ്. അപ്പോൾ നേരത്തെ ഈ മറ്റേ റോള് നീ പറഞ്ഞില്ലേ സർവീസ് യൂസ് ചെയ്യും, അപ്പൊ അതിന് നേരെ സ്റ്റാർ കൊടുക്കാൻ വർക്ക് ചെയ്യുമായിരുന്നോ? ഇല്ല, ഇതാണ് അതിന്റെ എനേബിൾ ചെയ്യുന്നത്. പക്ഷെ ഇത് ആർക്ക് എനേബിൾ ചെയ്യണം എന്നുള്ള ഒരു ക്രൈറ്റീരിയൻ കൂടെ നീ ഫില്ല് ചെയ്യണം. അത് ഞാൻ ബേസിക്കലി എപ്പോഴും സർവീസ് അക്കൗണ്ടിന് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളായിരുന്നു. അപ്പം അത് കൊടുത്തോണ്ടാണ് ബാക്കി അത് സെറ്റ് ചെയ്യാൻ. അപ്പം ഇത് ഞാൻ ഇനി നമ്മുടെ വർക്ക് സ്പേസിനുള്ള എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള ഒരു ക്രൈറ്റീരിയ ഇട്ടപ്പം ഇത് സെറ്റ് ആയി. അപ്പോൾ ഐ വാസ് ഹാപ്പി. പക്ഷെ നമ്മൾ 1 വീക്ക് എന്ന് പറഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്യാന്ന് പറഞ്ഞ പ്രോബ്ലം 3 വീക്സ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഇത് സോൾവ് ചെയ്തത്. ആൻഡ് സോൾവ് ചെയ്ത് പുള്ളിയുടെ അടുത്ത് പോയി. പുള്ളി പറഞ്ഞു വെരി ഗുഡ്, ഇതായിരുന്നു എനിക്ക് വേണ്ടത്. പക്ഷേ എല്ലായിടത്തും എനിക്ക് എല്ലാ പ്രൊഡക്റ്റ് മാനേജറും എല്ലാ ക്ലയൻസിനും ഇതാ പ്രശ്നം. നമ്മൾ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുമ്പോഴാണ് അവർ പറയുന്നത് ആക്ച്വലി ഇതും കൂടെ ഒന്ന് വേണമായിരുന്നു കേട്ടോ. എന്നാ പിന്നെ ഞങ്ങൾക്ക് ആദ്യമേ ഇത് പറഞ്ഞുകൂടായിരുന്നു ഇത് ചെയ്യാം. അപ്പം നമ്മൾ അത് പോയപ്പം അവർ പറഞ്ഞു ബേസിക്കലി ഇനിയും ഈ നമ്മുടെ ഈ സിഗ്നേച്ചർ സെറ്റ് ചെയ്യാൻ നേരത്തെ ഇപ്പം നമുക്ക് ടെക്സ്റ്റ് മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കുറച്ച് ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യാം. ഇപ്പം ഞാനപ്പോൾ റിക്വയർമെന്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് ആദ്യമേ യൂസർ പോയിന്റ് സെറ്റ് ചെയ്യാമെന്നാണ്. സിഗ്നേച്ചർ ഇമെയിലിൽ കൂടി സെറ്റ് ചെയ്യാം. പിന്നെ ഇമെയിൽ ഓർഗനൈസേഷൻ വൈഡായിട്ട് സെറ്റ് ചെയ്യാം. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ആ ഇമെയിൽ ടെംപ്ലേറ്റിനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആകും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബ്രേക്ക് ഡൗൺ ആ പ്രൊഡക്റ്റിന് ബേസിക്കലി വന്നു കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റിന്റെ ബ്രേക്ക് ഡൗൺ ആയി. ആൻഡ് ബേസിക്കലി നമ്മൾ ആ ടെംപ്ലേറ്റ്സിന്റെ ഫീച്ചറും നമ്മൾ കൊടുത്തു. ടെംപ്ലേറ്റിന്റെ ഫീച്ചർ കൊടുത്തു കഴിഞ്ഞിട്ട് ബേസിക്കലി അയാൾ ഹാപ്പി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഹാപ്പി ആയി. ടെംപ്ലേറ്റിന്റെ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിഗ്നേച്ചറിൽ നമുക്ക് അഡീഷണൽ HTML എലമെന്റ്സും പക്ഷെ അവിടെ എനിക്കൊരു വലിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു.
ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ. മറ്റേ ഇമെയിലിന്റെ ലിമിറ്റേഷൻസ് ആണോ? യെസ്, എക്സാക്ട്ലി. ഇത്രയും നാൾ ഫ്രണ്ട് എൻഡ് ചെയ്തിട്ട്, ഇത്രയും നാളും ആ എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് ടൈം ഒരു ബ്ലോക്കർ വന്നത് ഈ ഇമെയിലിന്റെ HTML വന്നപ്പോഴാണ്. സോ ബേസിക്കലി ഫ്രണ്ട് എൻഡിൽ നമ്മൾ നോർമലി വർക്ക് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ വർക്ക് ചെയ്യത്തില്ല. ജാവാസ്ക്രിപ്റ്റ് അലൗ ചെയ്യത്തില്ല തോന്നുന്നു. കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇനി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റെസ്ട്രിക്ഷൻസ് ഫോളോ ചെയ്യണം. എനിക്ക് right. ബേസിക്കലി നമ്മൾ ഓർക്കും ഏത് HTML. അപ്പം ഇത് ടെസ്റ്റ് ചെയ്യാൻ നേരത്തെ ആദ്യമേ ഞാൻ ഈ ടെംപ്ലേറ്റ് ടെസ്റ്റ് ചെയ്യാൻ നേരത്തെ ബ്രൗസറിലാണ് നമ്മൾ നോർമലി ബ്രൗസറിനകത്ത് ചെക്ക് ചെയ്യും. ബ്രൗസറിനകത്ത് വർക്ക് ചെയ്തു. അപ്പം നമ്മൾ അതെടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടപ്പം പകുതിക്കാരൻ സ്ട്രിപ്പ് ഓഫ്. അപ്പം ഇമെയിൽ ടെംപ്ലേറ്റ് മൊത്തം ഫോളോ ആയി. അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ, ദർ ആർ സം സർട്ടൻ റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ദാറ്റ് നീഡ്സ് ടു ബി ഫോളോഡ്. കാരണം ഈ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പം ഒരു സ്ലൈറ്റ് ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ പോലും യു വിൽ ബി കോംപ്രമൈസ്ഡ്. സോ അതിനകത്ത് അതുകൊണ്ട് ഗൂഗിളും ഔട്ട്ലുക്കും എല്ലാ ഇമെയിൽ പ്രൊവൈഡേഴ്സും ആ ഏരിയാസ് ഭയങ്കര സെക്യൂർഡ് ആയിരുന്നു. അപ്പം limitations to design and showcase your brand is very very less. ലേഔട്ട് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ Table അല്ലേ? അതെ, ആ ടേബിൾ ഒക്കെ യൂസ് ചെയ്ത് കഷ്ടപ്പെട്ടു. പ്യൂർ HTML അല്ലേ? പ്യൂർ HTML. CSS-നകത്തെ കുറച്ച് പ്രോപ്പർട്ടീസേ ഉള്ളൂ. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു പാടുണ്ടായിരുന്നു. പക്ഷെ ഈ പാടൊക്കെ നമ്മളെ അറിയത്തുള്ളൂ, ആ കസ്റ്റമറിന് അറിയത്തില്ല. പലപ്പോഴും ഇങ്ങനെയാണ്, നമ്മളൊരു പ്രൊഡക്റ്റ് നോക്കുമ്പോൾ എടാ ഇത് സിമ്പിൾ അല്ലേടാ, എടാ അത് സിമ്പിൾ അല്ലേ, അങ്ങനെയാണ്. അപ്പൊ ഞാൻ ആ പുള്ളിയോട് ഇതിനൊക്കെ എത്ര സമയം എടുക്കുമോ? അല്ലല്ല, ക്ലയന്റ് ഇങ്ങോട്ട് പറഞ്ഞു, കാരണം നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ ഇതിനെന്താ എത്ര സമയം എടുത്തേ. അപ്പം ബട്ട് ആക്ച്വലി അപ്പൊ എനിക്ക് വേറൊരു ലെസൺ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കും. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ വാട്സാപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഇതാ ഓർക്കുന്നത്, വാട്സാപ്പ് ഇസ് എ വെരി സിമ്പിൾ പ്രോഡക്റ്റ്. എന്ന് വെച്ചാൽ ലൈക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുക അവർക്ക് കിട്ടും. പക്ഷെ അതിന്റെ ടെക്നിക്കാലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് സൂപ്പർ ഹാർഡ്, വെരി വെരി ഹാർഡ്. അപ്പം ചില സിമ്പിൾ പ്രോഡക്ട്സ് ആക്ച്വലി ഭയങ്കര ഹാർഡും കോംപ്ലക്സും ആണ് ബിൽഡ് ചെയ്യാൻ. കാണാൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും, പക്ഷെ അതിന്റെ ബിഹൈൻഡിലുള്ള ടെക് അല്ലെങ്കിൽ അതിന്റെ എഞ്ചിനീയറിംഗ് എഫേർട്സ് വുഡ് ബി റിയലി റിയലി ഹായ്. ഒരു POC അപ്പം ഞാനത് ആദ്യമേ നമ്മൾ ഭയങ്കര പുച്ഛത്തോടെ കണ്ട പ്രോഡക്റ്റ് ആണ് ഈ ഇമെയിൽ സിഗ്നേച്ചർ. ഇപ്പൊ വന്ന് നമുക്ക് അതിനകത്തുള്ള HTML പോലും സെറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ആ ഒരു അവസ്ഥ എത്തിയായിരുന്നു. അപ്പം സോ ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് ഫീച്ചർ ബിൽഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമെയിൽ സിഗ്നേച്ചറിനകത്ത് ബേസിക്കലി എനിക്കൊരു ഇതിന്റെ പ്രോഡക്റ്റ് ബിസിനസ് ആസ്പെക്ട് ആയിരുന്നു ഞാനും പുള്ളിയോട് ചോദിച്ചോണ്ടിരുന്നത്, എന്താണ് ഇതിന്റെ ബിസിനസ് ആസ്പെക്ട്. ബിക്കോസ് ഏത് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്താലും നമുക്ക് അതിന്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂലും കൂടെ തിങ്ക് ചെയ്യാം. ഹൗ ടു മേക്ക് ഇറ്റ് പ്രോഫിറ്റബിൾ, ഹൗ ടു സെൽ ഇറ്റ്, ഏത് കസ്റ്റമർ ആണ് മേടിക്കാനുള്ളത്, അങ്ങനെ നമ്മളൊന്ന് തിങ്ക് ചെയ്യണം. സെയിം ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ ക്ലയന്റിനോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ ഒരു ബിസിനസ് വയബിലിറ്റി. പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഓൺലൈൻ കോച്ചസിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഓൺലൈൻ കോച്ചസ് US നോട്ട് ഇൻ ഇന്ത്യ, US എല്ലാവരും ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ, ഒന്ന് ഇമെയിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചർ അല്ലെങ്കിൽ iMessage, ഈ ഒരു ടൂൾസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൽ എന്ന് പറയുന്ന സാധനം ഭയങ്കര കോമൺ ആണ്. ഈ കോമൺ മെയിൽസിൽ അതുകൊണ്ട് ഇവർ ആ ഫുട്ടറും അതിന്റെ ഹെഡർ ഇമെയിൽസ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് നോക്കാം. അട്രാക്റ്റീവ് ആവുമ്പോൾ ഇവർ ഈ സിഗ്നേച്ചേഴ്സ് കാണുമ്പോൾ ഈ സിഗ്നേച്ചേഴ്സിൽ കൂടെ 10% ഓഫ് പ്രൊമോഷൻ ബേസിക്കലി അവിടെ കൂടെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവർ ആക്ച്വലി ആ പ്രോഡക്റ്റ് കണ്ടിട്ട് മേടിച്ചു കഴിഞ്ഞാൽ യു ആർ ബേസിക്കലി കൺവേർട്ടിങ് എ യൂസർ who read a mail and then came and bought a product. So ഇതാണ് ഇതിന്റെ ബിസിനസ്. വളരെ ചെറിയ ബിസിനസ് ആണ് ഇത്, വലിയ പ്രൊഡക്റ്റ് അല്ല. സോ ദാറ്റ്സ് വൈ ഐ കോൾ ഇറ്റ് ആസ് എ ടൂൾ. ഇറ്റ്സ് നോട്ട് എ പ്രോഡക്റ്റ് ബട്ട് എ ടൂൾ വിച്ച് ക്യാൻ ഹെൽപ്പ് യു ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ദിസ് തിങ്. അപ്പം ഇതിനകത്ത് ഇതായിരുന്നു ലാസ്റ്റ് ഫീച്ചർ ബേസിക്കലി. എന്ന് വെച്ചാൽ നമുക്ക് ഇതും കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്തോ? യെസ്, കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്തു. ഇത് ബേസിക്കലി ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ മെയിൽസൈൻ എന്നാണ്. പക്ഷെ മെയിൽസൈൻ എന്ന് പറഞ്ഞ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. മെയിൽസൈൻ.ലിങ്ക് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്. അപ്പം നിങ്ങൾ പോയി യൂസ് ചെയ്തിട്ട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. പിന്നെ ഇതിന്റെ ടെക് സ്റ്റാക്കിൽ എനിക്ക് തോന്നുന്നു ബേസിക്കലി ബിൽഡ് ചെയ്ത ബാക്ക് എൻഡും ടൈപ്പ് സ്ക്രിപ്റ്റ് ആയിരുന്നു. ഫ്രണ്ട് എൻഡ് ടൈപ്പ് സ്ക്രിപ്റ്റ് ആൻഡ് നോഡ്. ഫ്രണ്ട് എൻഡിൽ നമ്മൾ യൂസ് ചെയ്ത റിയാക്ട് ടൈപ്പ് സ്ക്രിപ്റ്റ്. വെബ്സൈറ്റ് കാരണം നമുക്കൊരു മാനേജ്മെന്റ് വേണ്ട. ഞാനൊരു സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യണം, അത് മാനേജ് ചെയ്യണം. അപ്പം അത് കഴിഞ്ഞിട്ട് ബേസിക്കലി ഞാൻ DBക്ക് യൂസ് ചെയ്തത് പോസ്റ്റ്ഗ്രസ് ആണ്. പക്ഷേ പോസ്റ്റ്ഗ്രസിന്റെ ഓൺലൈൻ വേർഷൻ മറ്റേ സൂപ്പർ ബേസ്
കാണും. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇപ്പം യൂസറിന് എളുപ്പം വേണമെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഗോ വിത്ത് സംതിങ് വിച്ച് ഇസ് വെരി റെഡി ടു സ്പിൻ ഓഫ്. എന്ന് വെച്ചാൽ നമുക്ക് എനിക്കപ്പം അന്ന് വലിയ സൂപ്പർ ബേസ് ഇച്ചിലൂടെ റെഡിനെസ് ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് DB ഒന്ന് സെറ്റപ്പ് ചെയ്യണ്ട, അല്ലെങ്കിൽ ക്ലൗഡിൽ പോയി ഞാൻ പിന്നെ DB ഒക്കെ സെറ്റപ്പ് ചെയ്ത് മാനേജ് അതെല്ലാം ചെയ്യണം. കൺട്രോൾ ഉള്ളതല്ലേ നല്ലത്. So initially for a customer to showcase that you can do it, ഇപ്പം നമുക്കൊരു കോൺഫിഡൻസ് വരുത്തണമല്ലോ ഒരു കസ്റ്റമറിന്റെ എനിക്കിത് ചെയ്യാൻ പറ്റും. ആ കോൺഫിഡൻസിന് വേണ്ടി എനിക്ക് തോന്നുന്നു ചൂസിങ് സംതിങ് വിച്ച് ഇസ് വെരി റെഡിനെസ് ഉള്ള സാധനം ചൂസ് ചെയ്യുന്നതായിരിക്കും മേ ബി ലൈക്ക് ബെറ്റർ. എനിക്കത് നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം തോന്നുന്നു? ആക്ച്വൽ ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്. അപ്പം ബിസിനസ്സിന് എന്തുകൊണ്ടാണ് വേണ്ടത് നമ്മൾ അത് വെച്ചിട്ട് ഡിസിഷൻസ് മിക്കവാറും എടുക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ പോയിന്റിലെന്നല്ല, ഇപ്പൊ ബിസിനസ് അല്ല ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഡിസിഷൻ എടുക്കുമായിരിക്കും. മേ ബി പ്യുവർലി ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിൽ. ബട്ട് എവറിത്തിങ് നമ്മള് നമ്മള് ഡിസിഷൻ എടുക്കുക. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റ് നീ മറ്റേ ഫെയർ സ്പ്ലിറ്റ്സ് അപ്പൊ അതിന്റെ ലൈക് ടെക് സ്റ്റാക്കിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ ഡിസിഷൻ ചൂസ് ചെയ്തത്? ഇപ്പൊ ഞങ്ങളുടെ ലൈക് ഫെയർ സ്പ്ലിറ്റ്സ് ഇസ് എ ക്ലോൺ ഓഫ് സ്പ്ലിറ്റ് വൈസ്. അതെ അതെ അതെ. ബേസിക്കലി യൂസറിന് ബില്ല് ആഡ് ചെയ്യാം, അത് ഫ്രണ്ട് സൈഡ് സ്പ്ലിറ്റ് ചെയ്യാം, എന്നിട്ട് അത് പേ ചെയ്യാം. അതാണ് ഫെയർ സ്പ്ലിറ്റ്സിന്റെ ഐഡിയ. പക്ഷെ ഞങ്ങള് ടെക് സ്റ്റാക്ക് ചൂസ് അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യാൻ ചൂസ് ചെയ്തത് AWS ആണ്. കാരണം ഞങ്ങൾ അവരുടെ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം അപ്ലൈ ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് ഫ്രീ ക്രെഡിറ്റ്സ് കിട്ടി. അപ്പൊ ഞങ്ങളുടെ ഡേറ്റാബേസും VM-ഉം എല്ലാം അവിടെയാണ് സെറ്റ് ചെയ്തത്. ഇപ്പൊ ശരി ഇപ്പൊ ലൈക്ക് ഔട്ട് ഓഫ് അത് ഞാൻ ലൈക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാ. ലൈക്ക് സാധാരണ ഡിഫിക്കൽട്ട് അല്ല, എല്ലാം അറിയാം. ഞാനിപ്പോ ആദ്യമായിട്ട് ക്ലൗഡ് യൂസ് ചെയ്തു, എന്നിട്ട് ക്ലിയർ ആൻസർ കിട്ടുന്നില്ല. ഒരു ഡോക്യുമെന്റ് പല വേർഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതെ. അപ്പൊ അങ്ങനെ അപ്പൊ അത് ഞാൻ പറയുന്നത് ലൈക്ക് നിങ്ങളുടേത് ബിസിനസ് ആണ് ഡിസിഷൻ ഡ്രൈവ് ചെയ്തത്. ഞങ്ങളേത് ഇവിടെ ക്രെഡിറ്റ്സ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഫുള്ളി AWS-ന് പോയി. എക്സാക്ട് എമൗണ്ട് ഓർക്കില്ല, പക്ഷെ ലൈക്ക് ഒരു ലോങ് റണ്ണിങ് ഇനീഷ്യൽ ഫേസസിലൊക്കെ ഇവിടെ സെറ്റപ്പ് ചെയ്യാം. എനിക്ക് ഞങ്ങളുടെ പ്രീവിയസ് എപ്പിസോഡിൽ എന്തോ മൈക്രോസോഫ്റ്റ് ഇപ്പം എനിക്കറിയത്തില്ല ഉണ്ടോ, പക്ഷെ അന്ന് ഞങ്ങൾ അത് വെച്ചോണ്ട് കുറെ കൂടി. അതെ, ബേസിക്കലി അത് ഭയങ്കര ലീനിയന്റ് ഒരു പ്രോഗ്രാമാണ്. അഷ്യൂറിന്റെ ക്രെഡിറ്റ്സ് ഉണ്ടായിരുന്നു, വിൻഡോസ് ലൈസൻസ് ഉണ്ടായിരുന്നു, ഓഫീസ് ലൈസൻസ് ഉണ്ടായിരുന്നു, മൈക്രോസോഫ്റ്റിന്റെ ഒരു ഫുൾ പാക്ക് ലൈസൻസ് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ലോഞ്ച് ചെയ്തു? എങ്ങനെയായിരുന്നു ലോഞ്ച്? ഞങ്ങളിപ്പം മറ്റേ പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറിനും അപ്ലൈ ചെയ്യുക. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവരിങ്ങനെ റെസ്പോണ്ട് ചെയ്യും, ഇത് ഇച്ചിരി ഫിക്സ് ചെയ്യണം, ഇവിടെ വേർഡിങ് ഇച്ചിരി മാറ്റണം, നിങ്ങൾ എന്ത് പെർമിഷൻസ് എടുക്കുന്നത് അത് ക്ലിയർ ആയിട്ട് പറയണം. അപ്പൊ ആ സ്റ്റേജിലാണ് ഞങ്ങൾ. ഏത് പ്ലാറ്റ്ഫോമിലാണ്? ബോത്ത് ആപ്പ് ആൻഡ് ആൻഡ്രോയിഡ് ആൻഡ് iOS. അപ്പം നിങ്ങൾക്ക് അത് ഈ ആൻഡ്രോയിഡിന്റെ പ്രോസസ്സിന് ലൈക്ക് ഈ like there's an actual person from Google guide you, or you will just reply through mail? Through mail only. അതെ, ഐ മീൻ കുറെ ഒക്കെ ഓട്ടോമേറ്റഡ് ആയിരിക്കും, ചില കാര്യങ്ങൾ അവർ മാനുവലി റിവ്യൂ ചെയ്യുമായിരിക്കും. എനിക്ക് ബിഹൈൻഡ് ദ പ്രോസസ് അറിയില്ല. പക്ഷെ അവരിങ്ങനെ മെയിൽ അവർക്ക് ടെസ്റ്റ് അക്കൗണ്ട് ഒക്കെ കൊടുക്കണം, അവർക്കിത് മേ ബി ഗോ ത്രൂ ചെയ്യാനായിട്ട്. അത് ഞാൻ പറയുന്നത് ബേസിക്കലി ഞാൻ ഇത്രയും വലിയ ക്രിട്ടിക്കൽ പെർമിഷൻ എടുക്കുന്നുണ്ട്. ആക്ച്വലി ഗൂഗിളിന്റെ ആൾക്കാര് ഗൂഗിളിനകത്ത് നിന്ന് നമുക്ക് വന്നിട്ട് റിവ്യൂ ചെയ്യാൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ബേസിക്കലി അത് ഇച്ചിരി എന്ന് വെച്ചാൽ അവരിങ്ങനെ റിപ്ലൈ ചെയ്യും, എന്നിട്ട് നമ്മുടെ വീഡിയോ കോൾ നമ്മൾ വാക്ക് ത്രൂ ചെയ്യണം അവരെ എന്തൊക്കെയാണ് പെർമിഷൻ, ഇതെന്തൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു യൂട്യൂബിൽ വീഡിയോ ഇട്ടു, അങ്ങനെയാണ് ഷെയർ ചെയ്യണം പ്രൈവറ്റ് ആയിട്ട്. എന്നിട്ട് നമ്മൾ പെർമിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യണം, ഇവിടൊക്കെയാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഗൂഗിൾ ബേസിക്കലി ഗൂഗിൾ ഓത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ, ആൻഡ് ഇഫ് ഇറ്റ്സ് സംതിങ് വിച്ച് ഇസ് വെരി സെൻസിറ്റീവ് permissions that you want to take from the customers, then you will have to go through this process. Basically ഇതൊരു വെറ്റിംഗ് പ്രോസസ് ആണ്. അവരുടെ API സേഫ്ലി ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു വാലിഡേഷൻ. സോ ഇതായിരുന്നു ബേസിക്കലി ഈ പ്രോഡക്റ്റ് ബിൽഡിംഗ് ജേർണി. ടെക് സ്റ്റാക്ക് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ്. കോഡിംഗ് മോസ്റ്റ്ലി വൈബ് കോഡിംഗ് ആയിരുന്നു. സോ ഇറ്റ് വാസ് വെരി ഫാസ്റ്റ്. പക്ഷെ വൈബ് കോഡിങ്ങിലും ഇങ്ങനത്തെ കുറച്ച് ബ്ലോക്കേഴ്സ് വിച്ച് LLMs can not mostly didn't. ഈ ഡോക്യുമെന്റേഷൻ വരുമ്പോൾ എനിക്ക് ഇച്ചിരി ഈ LLMs. Otherwise it's fine, but നമ്മൾ കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്താലും അത് സ്റ്റക്ക് ആവും.
കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടും സ്റ്റക്കായി. എനിക്ക് സ്റ്റക്കായി. നീ കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഡോക്യുമെന്റ് കോപ്പി പേസ്റ്റ് ഡോക്യുമെന്റേഷന്റെ ലിങ്ക് ഓർ സംതിങ്. ഓക്കേ, ഞാൻ അങ്ങനെ ചെയ്തില്ല. ഇവിടെ ഡോക്യുമെന്റേഷന്റെ ലിങ്ക് കോപ്പി ചെയ്യാൻ ഡോക്യുമെന്റേഷൻ ഞാൻ അറിയണ്ടേ അതായിരുന്നു വലിയൊരു പ്രശ്നം. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്ന് വെച്ചാൽ എനിക്ക് പോലും അറിയാൻ പറ്റുന്നില്ല ഇത് ഏത് ഡോക്യുമെന്റേഷന്റെ പാർട്ടാണ്, മനസ്സിലായോ? സോ ദാറ്റ് വാസ് ദ ഡിഫിക്കൽട്ട് പ്രോബ്ലം ഫോർ മീ. ബട്ട് ഓവറോൾ എനിക്ക് വൈബ് കോഡിങ് പക്ഷേ ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഒരു വർക്ക് ഫ്ലോ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം ദാറ്റ് വാസ് ദ പ്രോഡക്റ്റ് ബിൽഡിംഗ് സോൺ ബേസിക്കലി. അപ്പം നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ഒരു കോമ്പറ്റീഷൻ അനാലിസിസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീച്ചേഴ്സ് ഭയങ്കര മിനിമൽ ആയിട്ട് വെക്കുക. കുറെ ചവറ് പോലെ ബിൽഡ് ചെയ്യാൻ നോക്കാതിരിക്കുക. എന്താണോ യൂസറിന് വേണ്ടി അത് മാത്രം ബിൽഡ് ചെയ്യാം. കാരണം ആ യൂസറിന്റെ പെയിൻ പോയിന്റ് സോൾവ് ചെയ്തിട്ട് നെക്സ്റ്റ് അൺലോക്ക് ചെയ്യത്തുള്ളൂ ആ യൂസർ. എന്താണ് നെക്സ്റ്റ് ആ കസ്റ്റമർ പെയിൻ പോയിന്റ്. സോ ഐ തിങ്ക് ഇന്ത്യൻ മാർക്കറ്റ് റൺസ് വിത്ത് ട്രസ്റ്റ്. വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ എനിക്കങ്ങനെ എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിനോട് സംസാരിച്ച എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഇന്ത്യൻ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ മിക്കവാറും ഉള്ളവര് ഇച്ചിരി ഹെസിറ്റന്റ് to try out a new one because അവർക്ക് നമ്മളെ അറിയത്തില്ല, പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല. അപ്പം ആ ട്രസ്റ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ സാധനം ബിൽഡ് ചെയ്താൽ നല്ലതായിരിക്കും. ആരെങ്കിലും ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ ദ സ്റ്റെപ്സ് just build the main feature and get the user feedbacks as soon as possible because that's the better way to go. കാരണം ഞങ്ങളെപ്പോലെ ബേസിക്കലി നമ്മൾ ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് പ്രീവിയസ് സ്റ്റാർട്ടപ്പിലാണെങ്കിലും നമ്മൾ ഇതായിരുന്നു, നമുക്ക് അത് വേണം ഇത് വേണം, അസംഷൻസ് കുറേ ആയിരുന്നു. സോ റെഡ്യൂസ് യുവർ അസംഷൻസ്, just go with that once. I mean, like ideally ക്ലയന്റിനോട് സംസാരിക്കുന്നതാണ് ക്ലയന്റ് യൂസറിനോട് സംസാരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ഈയിടയ്ക്ക് ഞാനത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫൗണ്ടർ ബേസിക്കലി ഹി ആക്ച്വലി ഡസൻ ഹാവ് ദാറ്റ് ഫീച്ചർ. ഓക്കെ, സോ ഹി വെന്റ് ഫോർ എ മീറ്റപ്പ്, ഒരു കോൺഫറൻസ് പോലത്തെ മീറ്റപ്പ്. ആൻഡ് so he was meeting a lot of people. അപ്പോൾ കോൺഫറൻസ് പോകുമ്പോൾ നമുക്ക് കുറേ പീപ്പിൾ കാണാൻ പറ്റും. കണ്ടിട്ട് പുള്ളി എന്തോ ഒരു വലിയ കമ്പനിയുടെ ഒരു ഡിസിഷൻ മേക്കറിനെ കണ്ടു. പുള്ളി അവിടെ ചെന്നിട്ട് ഈ ഡിസിഷൻ മേക്കർ പുള്ളിയോട് ചോദിച്ചു, ഓക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇങ്ങനെ ചെയ്യൂ. പുള്ളി പറഞ്ഞു പിന്നെ ചെയ്യാമല്ലോ, അതെന്താ ചെയ്യാതെ, ചെയ്യാം, എന്തായാലും ചെയ്യാം. എന്നിട്ട് പുള്ളി ഡയറക്ട്ലി സിറ്റിയോട് പറഞ്ഞു മര്യാദക്ക് ഞാനാണെങ്കിൽ $2 million ഡയറി ചെയ്തോണ്ട്. ആൻഡ് ദേ CTO was like forced to build because look, sometimes it's like you pitch forward to get the deal crack and then you build. And I think that is a founder chemistry. കാരണം ആ CTOയും CEOയും സിങ്ക് അല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഇറ്റ് വുഡൻ ഹാവ് വർക്ക്ഡ്. അപ്പം ആ സിഇഒയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ എന്റെ CTOയോട് എന്ത് ടെക്ക് പറഞ്ഞാലും അവന് ബിൽഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ബിക്കോസ് $2 million. അപ്പം ആ സിഇഒയുടെ മെസ്സേജ് ഫണ്ണി ആയിരുന്നു. എന്ന് വെച്ചാൽ ലൈക്ക് സിഇഒ CTOനോട് പറഞ്ഞു, എനിക്ക് വേണ്ട സാധനം ഞാൻ സെറ്റാക്കി, എനിക്ക് വേണ്ട സാധനം നീ മര്യാദക്ക് നെക്സ്റ്റ് ദിവസം താ. So Coca-Cola was the brand that got signed and $2 million was the deal signing and it was like so sometimes നമ്മൾ ആ ഒരു ട്രിക്കും കൂടെ പ്ലേ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. സോ ഓവറോൾ ഇതായിരുന്നു നമ്മുടെ പ്രോഡക്റ്റ് ബിൽഡിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് എക്സൈറ്റിംഗ് പ്രോഡക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് റിവ്യൂ ബേസിക്കലി നിങ്ങളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ എന്തെങ്കിലും കമൻറ്റ്സ് പറയണമെങ്കിൽ പറയാം, ടെക്നിക്കലി എന്ത് വേണമെങ്കിലും. ഓക്കെ, സോ സീ യു ഗൈസ്. താങ്ക് യു. Bye.